ഹലോ, നമ്മൾ ഗുണ്ടൽപേട്ടിലേക്ക് എത്താൻ ഇനി വെറും 3 കിലോമീറ്ററേ ഉള്ളേ. പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് റോഡിൻ്റെ സൈഡിൽ സൂര്യകാന്തിൻ്റെ തോട്ടം കണ്ടത്. പിന്നെ വണ്ടി സൈഡാക്കിയിട്ട് സൂര്യകാന്തിനെയൊക്കെ ഒന്ന് കാണാൻ ഇറങ്ങി. ശരിക്കും ഇങ്ങനെ ഒറ്റയ്ക്കൊരു സൂര്യകാന്തിനെ മുന്നേ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇങ്ങനെ തോട്ടത്തിൽ ഇങ്ങനെ കുറേ സൂര്യകാന്തിനൊക്കെ ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. ഇത് കണ്ടോ, സൂര്യകാന്തിൻ്റെ മുകളിൽ തേൻ കുടിക്കുന്ന തേനീച്ച. നല്ല അടിപൊളി കാറ്റാട്ടോ, എമ്മാതിരി സുഖ. ആ ചൂടൊന്നും ആ കാറ്റിൽ നമ്മൾ അറിയുന്നേ ഇല്ല. എന്തോ ഒരു സുഖമുള്ള കാറ്റാ. പോയി ഗുണ്ടൽപേട്ട എത്തിയപ്പോണ്ട് അവിടെ ഇഷ്ടം പോലെ വണ്ടികളും ആൾക്കാരും. ഇവർക്കിന്ന് പണിമുടക്കുള്ള കാര്യം അറിയില്ലായിരിക്കും. അല്ലെങ്കിലും ഈ ഹർത്താലും പണിമുടക്കിലൊക്കെ കേരളക്കാർ തന്നെയാണ് മുൻപന്തിയിൽ. പണിമുടക്ക് പറഞ്ഞാൽ പണിമുടക്ക് തന്നെയാണ്, മുടക്കിയിരിക്കും. പിന്നെ അവിടെ ആദ്യം കണ്ട ഹോട്ടലിൽ തന്നെ കയറിയിട്ട് മട്ടനിൻ്റെ ചോറ് അങ്ങോട്ട് പിടിച്ച്. ഊട്ടി വഴി തിരിച്ചു പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ സുഫിയാൻ ഉടക്കില്ലേനു. പിന്നെ അവർ തമ്മിലൊരു ബെറ്റായി. പെസ് കളിച്ചിട്ട് സുഫിയാനാണ് ജയിക്കുന്നതെങ്കിൽ ഊട്ടി പോകേണ്ട, നേരെ വീട്ടിലേക്ക് വിടാമെന്നു. ലാലിയാണ് ജയിക്കുന്നതെങ്കിൽ ഊട്ടി പോയതിന് ശേഷം വീട്ടിൽ പോയാൽ മതി എന്നുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ സുഫിയാനെ 3-1 തോൽപ്പിച്ചുകൊണ്ട് ലാല വിജയം നേടിയിരിക്കുന്നു ഗായ്സ്. അപ്പോൾ നമ്മൾ അടുത്ത ഊട്ടി. പാവം ചെക്കൻ്റെ ഇരിപ്പ് കണ്ടോ, എന്തൊക്കെയേനു. വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട് അവസാനം ഊട്ടി പോകേണ്ട അവസ്ഥയായി. അപ്പം ഇനി വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു.